എന്തൊരു ചൂടാ. അത് വളരെയധികം ഉണ്ട്. ഭയങ്കര ചൂട്. ഒടുക്കത്തെ ചൂട്. പത്തിലോ ചെന്ന് കുറച്ചുകൂടെ വെള്ളം എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം. ഒന്ന് വേഗം കൊണ്ടുപോവാ എന്റെ പത്തിലോ, വേഗം. എന്താ ഈ വെള്ളം വരാത്തെ? വേഗം വാ, ഇങ്ങോട്ട് വാ. എന്നെ പിടിച്ചോ. ഇതെന്താ? നിങ്ങള് കുറച്ച് വെള്ളമല്ലേ ചോദിച്ചുള്ളൂ. പൈപ്പിൽ അത്ര വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാ കുറച്ച് വെള്ളം കൊണ്ടുവന്നത്. എന്തൊരു വീടാ നിന്റെ. ഫാനാണെങ്കിൽ കറങ്ങുന്നുമില്ല, വീട്ടിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളവും ഇല്ല. ഞാൻ ചെന്ന് ഐസ്ക്രീം കഴിക്കട്ടെ. നീ നിന്റെ വീട്ടിൽ കുത്തിയിരുന്നോ? മനസ്സിലായോ? പലതരം കളറുള്ള ഐസ്ക്രീം. വേഗം വരേൻ, വാങ്ങുവിൻ ഐസ്ക്രീം. എനിക്ക് 2 ഐസ്ക്രീം തരാമല്ലോ. സാറിന് എത്ര ഐസ്ക്രീമാ വേണ്ടത്? എടോ പറഞ്ഞില്ലേ 2 ഐസ്ക്രീം. എന്തിനാ ദേഷ്യപ്പെടുന്നത്? തരാം. എത്ര ഐസ്ക്രീമാ വേണ്ടത്? എന്നെ എന്തിനാ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നേ? പറഞ്ഞില്ലേ 2 ഐസ്ക്രീം എന്ന്. 2 ഐസ്ക്രീം. 2. ഇപ്പൊ മനസ്സിലായോ? പറയാമായിരുന്നല്ലോ. ഇതാ, ഇന്ന് പിടിച്ചോ. ഇന്ന് പിടിക്ക്. ഇന്ന് പിടിക്ക്. ഇനി എടുക്ക്. എടോ ഐസ്ക്രീം എവിടോ? കാക്ക കൊണ്ടുപോയിട്ടുണ്ടാവും. എന്തോന്നാ സാറേ, വെയിലല്ലേ, ഉരുകിപ്പോകില്ലേ? ആഹാ, ഇത്രയും കാരുണ്യം എന്നോട് നീ കാണിച്ചതിന് വളരെ നന്ദിയുണ്ട്. നീ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന ആ സൂര്യൻ അങ്ങ് മറയും. അപ്പോ എനിക്ക് ആസ്വദിച്ച് ഐസ്ക്രീമും കഴിക്കാലോ. കുറച്ചുകൂടെ മുന്നോട്ട് പോകൂ. ആരാണ് എന്നെ കളിയാക്കുന്നത്? ഞാനാണ് മേഘത്തിന്റെ രാജാവ്, മേഘരാജൻ. നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? എന്നെ അപമാനിക്കാനുള്ള ധൈര്യം? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇതെന്താ? ആകാശത്തുള്ള ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. മഴ പെയ്യുന്നേ, മഴ 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 മഴ. എന്താ ഇത്? മഴ എന്റെ മേത്ത് മാത്രമാണല്ലോ പെയ്യുന്നത്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ചൂടെടുത്ത് മനുഷ്യൻ കഷ്ടപ്പെടുമ്പോ ഈ മോട്ടിന് മാത്രം ഇങ്ങനെ മഴ കിട്ടുന്നേ. ആ ഡോക്ടർ എന്തോ ഉപായം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾക്ക് മാത്രം മഴ കിട്ടുന്നത്. എനിക്കും മഴ വേണം, എനിക്കും മഴ വേണം. മഴ വേണ്ടവർ ഇങ്ങോട്ട് വന്നോ? എനിക്കും വേണം മഴ. നിങ്ങളൊക്കെ എന്താ കരുതിയിരിക്കുന്നത്? ഞാൻ എന്താ പാസഞ്ചർ ട്രെയിൻ ആണോ? ഇറങ്ങടോ, ഇറങ്ങ. ഇതോ എന്റെ വൈദ്യുത തരംഗങ്ങൾ. എന്നോടാണോ നിന്റെ മത്സരം? വരുന്നത് എന്നെ വിട്ടേക്കൂ. എനിക്ക് മഴ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ജലദോഷം പിടിക്കും. പറഞ്ഞ കേക്ക്. ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. ഇത് വിടുന്ന ലക്ഷണമില്ലല്ലോ. എവിടെ പോയാലും പുറകെ തന്നെയുണ്ടല്ലോ. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എന്നെ വിടൂ. എനിക്ക് മഴ വേണ്ടെന്ന് പറഞ്ഞില്ലേ? മതിയാക്കൂ. എനിക്ക് മഴ വേണ്ട, മഴ വേണ്ടെന്ന് പറഞ്ഞില്ലേ? മഴ വേണ്ട. എന്താണോ കിടന്ന് വിറയ്ക്കുന്നത്? എന്ത് പറ്റി? വല്ല പ്രേതത്തിനെയും കണ്ട് ഭയന്നോ? ഒരു അസുരവിത്ത് എന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു കഥയാ. ഇതെന്താ വെളുപ്പാൻ കാലത്ത് തന്നെ തനിക്ക് വട്ടായോ? ഞാൻ വട്ട് പറയുമല്ല, സത്യമാ പറഞ്ഞത്. അത്രയ്ക്കും വലിയ പ്രശ്നം എന്താ തനിക്ക്? അങ്ങോട്ട് നോക്ക്, കാണാം. ഇതെന്താ? ഇതെല്ലാം നീ കാരണമാ ഉണ്ടായത്. അത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താൻ നോക്ക്. ഒന്നുമില്ലെങ്കിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കൂല. പോയി വേഗം കുറച്ച് സമോസ എടുത്തോണ്ട് പോ. വെറുതെ വാചകം അടിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ നോക്കണോ. വേഗം പോയി സമോസ എടുത്തോണ്ട് പോ. ഞാനാണ് മേഘങ്ങളുടെ രാജാവ്, മേഘരാജൻ. വേഗം പോയി വീട്ടിൽ ചെന്ന് കഥ കടച്ചേക്കാം. ഇല്ലെങ്കിൽ എന്നെയും കൊണ്ട് പോകും ഇത്. അല്ല, എന്താ പറ്റിയേ? ഇങ്ങനെ കിതച്ചിട്ട് വരാൻ മാത്രം എന്താ സംഭവിച്ചേ? ഇവിടെ വിളിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇവിടെ
അല്ലെങ്കിൽ ആ കൊട്ടയിനുള്ളിൽ പോയി വിളിക്കാം. എന്റെ പൊന്നു മോട്ടോ, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാന്നേ. രക്ഷിക്കൂ. ഞാൻ എന്ത് പറയാനാ? ഞാൻ എങ്ങനെയാ അത് പറയാ? ഒരു അസുരവിത്ത് കുറെ നേരമായി എന്റെ പുറകെ കൂടിയിട്ട് എന്നെ വിടുന്ന ലക്ഷണമില്ല. ഓടി ഓടി തളർന്നു ഞാൻ. എന്റെ വസ്ത്രം നോക്കി. എങ്ങനെ സംഭവിക്കാനാ? നിനക്കെന്താ വട്ട് പിടിച്ച മോട്ടോ? നിന്റെ ഈ അവസ്ഥയ്ക്ക് ആരാ കാരണക്കാരെന്ന് ഞാൻ പുറത്തു പോയി നോക്കിയിട്ട് വരാം. ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കാം. ആരാടാ അത്? ആരാ എന്റെ മോട്ടോനെ ഇങ്ങനെ പരിഭ്രാന്തനാക്കിയത്? ചൊണയുള്ളവനാണെങ്കിൽ നേരിട്ട് വാടോ. ഇവിടെ അങ്ങനെ ആരെയും കാണുന്നില്ലല്ലോ. നീയാണോ എന്നെ വിളിച്ചു വരുത്തിയത് മുട്ടത്തലയാ? അല്ല, ആരായത്? പ്രളയം വന്നപ്പോ കടലിൽ നിന്ന് പൊങ്ങി വന്നതാണോ? നിന്നെ സഹായിക്കാൻ പോയി, ഇപ്പൊ ഞാൻ കുടുങ്ങി. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. എടോ, ഒന്ന് പതുക്കെ പോ. തന്റെ ഈ വേഷം കെട്ട് നാട്ടുകാര് എന്തിനാ മനസ്സിലാക്കും. ദൈവം എനിക്ക് ഈ സൗന്ദര്യം ഇങ്ങനെ വാരിക്കോരി തന്നത്? അങ്ങനെ ഒരുത്തൻ ഫ്ലാറ്റായി. അടുത്ത വായി നോക്കി വരുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തവനും വീണു. എത്ര നേരം വെച്ചാ ഇങ്ങനെ നടക്കുക? ഒരു മിണ്ടാതെ സമൂസ വാടോ. പോലും കഴിക്കാതെ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണു പോലും കാണുന്നില്ല. സാമൂഹ്യ വിരുദ്ധരെ പിടിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു? ആ മുട്ടത്തല എന്നെ കാണുന്നില്ലല്ലോ. നമ്മൾ ആരോടും ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. നമ്മൾ മാതൃകാ ദമ്പതിമാരാ. ദേ, അവൻ എവിടെയായിരിക്കും? കണ്ടുപിടിച്ചു. നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നിന്നെ വിടില്ല ഞാൻ. അല്ല, ആരാത്? ഓടിക്കോ പത്തിലോ, ഓടിക്കോ. ഓടിക്കോ. ഐസ് കട്ടയാണല്ലോ തുപ്പുന്നത്. ഓടിക്കോ. പുറകിലിട്ട് തന്നെയാണല്ലോ വീക്കുന്നത്. കേറിക്കോ, കേറിക്കോ. ഓ പത്ലു, ഈ സുന്ദരിയായ സ്ത്രീ ആരാ? മുഖം ഒന്ന് കാണാൻ പറ്റുമോ? എന്നെ മുഖം കാണിക്കില്ലേ? നിങ്ങൾക്കെന്താ നാണമാണോ? നിങ്ങൾക്ക് എന്റെ മുഖം കണ്ടാലേ ഒരുപാട് ഇഷ്ടപ്പെടും. അല്ല മോട്ടു, എന്തായി കാണിക്കുന്നത്? ഒരു അസുരവിത്ത് എന്റെ പുറകിൽ കൂടിയിട്ട് കുറെ നേരമായി. ഞാൻ എവിടെ പോയാലും അവിടെ വന്ന് എന്നെ നനയ്ക്കും. മടുത്തു. ഞാൻ എവിടെ പോവും? എന്ത് ചെയ്യും? അതാരാ നിന്നിട്ട് ഇങ്ങനെ ഓടിക്കുന്നത്? എന്താ ഈ പറയുന്നത്? ആരാ? അതെ ഡോക്ടറെ, മോട്ടു പറഞ്ഞത് സത്യമാണ്. ഞാൻ കണ്ടതാണ്. ഞങ്ങള് പറയുന്നൊക്കെ സത്യാണ്. അല്ലെങ്കിൽ മൊട്ടത്തല പൊട്ടി തെറിക്കട്ടെ. ആണല്ലോ. എന്നാൽ ഒരു കൈ നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. അത് പോകുന്നവരെവിടെ ഞാൻ ഇരിക്കാം. പൊളിച്ചെടുത്തല്ലോ ഡോക്ടറെ. എന്തിനൊന്ന് വേഗം ചെയ്ത് അയാൾ അങ്ങനെ തന്നെ അറ്റാക്ക് ചെയ്യേ. കണ്ടില്ല, നിന്നെ ഓടിച്ചവന്റെ ഗതി എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നോട് ക്ഷമിക്കണം. വെറുതെ വിടില്ല. ഇനി ഞാനിങ്ങനെ ഒന്നും ചെയ്യില്ല. അബദ്ധവശാൽ ഒരു തെറ്റ് പറ്റിപ്പോയതാ. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല. ഒരിക്കലും ചെയ്യില്ല. വേണ്ട. നിന്റെ കളി മേഘരാജനോടാണോ? ഇതാ പിടിച്ചോ. ഡോക്ടറെ കൊണ്ട് വേഗം വന്നേ. ദേ, ഞങ്ങളോട് വേഗം എടുക്കാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. ഓടിക്കോ പത്തിലോ, ഓടിക്കോ. ഈ മേഘരാജനെ അപമാനിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. നീ എവിടെ പോയി ഒളിച്ചാലും ഈ മേഘരാജൻ കണ്ടുപിടിച്ചിരിക്കും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിക്കവിടെ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എവിടെ ഓടി ഒളിച്ചാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിൽക്കാൻ മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതെ ചിങ്കം. ഇൻസ്പെക്ടർ സാറ്, രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. ഒരു മേഘം ഞങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് എഴുതിക്കോളൂ. അവനെ പിടിച്ച് വേഗം ജയിലിലിട്. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഡോണ്ട് വറി. എന്ത് മേഘം, ഏത് മേഘം, ഞാൻ നോക്കിക്കൊള്ളാം. ഇൻസ്പെക്ടർ ചിങ്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്, ഹൈലി ഇമ്പോസിബിൾ ആണ്. ദേ വന്നു. ഓടിക്കോ. എന്തിനാ നിങ്ങൾ വെറുതെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്? ധൈര്യമായിട്ടിരിക്കെ, ഞാൻ രക്ഷപ്പെടുത്താം.
രക്ഷപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്പെക്ടർ ചിങ്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇമ്പോസിബിൾ ആണ്, ഹൈലി ഇമ്പോസിബിൾ. നിങ്ങൾ പറഞ്ഞ കക്ഷി ഇപ്പൊ എവിടെയാണ്? അത് നിങ്ങളുടെ പുറകിലാണ്. ഒന്ന് തിരിഞ്ഞു നോക്കൂ. നീ അവരെ രക്ഷപ്പെടുത്തുകയാണോ? മോട്ടു, ഇതിന്റെ അടുത്ത് നമുക്ക് രക്ഷപ്പെടുന്നത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. എന്തിനാ വന്ന് നിൽക്കുന്നത്? നമുക്ക് രക്ഷപ്പെടാം. ഓടിക്കോ. എന്നെയാണോ നിങ്ങൾ അസുരവിത്തെന്ന് സംബോധന ചെയ്തത്? രക്ഷിക്കണേ, രക്ഷിക്കണേ. വേണ്ട, 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 വേണ്ട. എന്തിനാ നീ ഇപ്പൊ വെള്ളം ഒഴിച്ചത്? എന്റെ പൊന്നു മോട്ടോ, നീ സ്വപ്നം കണ്ട് തുള്ളിച്ചാടായിരുന്നു. ഞാനാ വെള്ളം ഒഴിച്ച് എണീപ്പിച്ചേ. എടാ പത്തലു, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോ എന്റെ മുഖത്ത് വെള്ളം ഒഴിക്കും. നിന്നെ ഞാനിന്ന് വെറുതെ വിടില്ല, വെറുതെ വിടില്ല. ഓ എന്റെ പൊന്നു മോട്ടോ, ഞാൻ എന്ത് ചെയ്യാൻ ഒന്ന് പറയുന്നത് അവിടെ കേക്ക്. നിക്ക്. ഓടിക്കോ. അവിടെ നിക്കാനാ പറഞ്ഞത്, നിന്നോടാ പറഞ്ഞ. ഞാൻ സ്വപ്നത്തിൽ കണ്ട അസുര വിത്തല്ലേ നിക്കുന്നത്. അല്ല, എന്താ ഇത്? എന്റെ പൊന്നു മോട്ടോ, നിനക്ക് എന്താ പറ്റിയേ? ഇത് സംഭവിക്കാൻ പാടില്ല.